അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. 5ാം ഭാവത്തിലാണ് ചൊവ്വയുടെ സ്ഥാനം. മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട്. പുതിയ ചില പദ്ധതികൾ തുടങ്ങി വെച്ചത് അത് സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ധനാഗമ മാർഗങ്ങൾ പുതിയ തുറന്നു വരും. അത് അനുകൂലമായിട്ട് വരികയും നൂതനമായിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിൽ നിന്ന് ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് സാമാന്യേന ശരാശരി ഒരു വലിയ രോഗങ്ങളോ ഒന്നും വരുന്നില്ല. ശരാശരി ആരോഗ്യം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കും. കുടുംബത്തിൽ ചില നല്ല വർത്തമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കളിൽ നിന്നും അവർക്ക് ചില സ്കോളർഷിപ്പുകൾ കിട്ടുക, അല്ലെങ്കിൽ അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ജോലിക്കയറ്റം, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ മക്കളിൽ നിന്നുമൊക്കെ കിട്ടാവുന്ന ചില നല്ല വാർത്തകൾ ശ്രവിക്കുകയും അതുകൊണ്ട് കുടുംബത്തിൽ വലിയ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവർക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ശിവക്ഷേത്ര ദർശനം, അതുപോലെ ഹനുമാൻ്റെ ഭജനം ഒക്കെ നടത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഹനുമാൻ ചാലീസ ഒക്കെ ഇപ്പോൾ ധാരാളം ചെല്ലുന്നുണ്ട്. ഹനുമാൻ ചാലീസ ചെല്ലുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, പ്രദക്ഷിണം, അതിന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള പ്രദക്ഷിണ സംഖ്യ പൂർത്തിയാക്കി അവിടെ നമസ്കാരം നടത്തുന്നത്, യഥാശക്തി വഴിപാട് നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരും.